ലാവ്ലിൻ കേസിലെ ഇ ഡി സമൻസിൽ വിശദ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യം, കളങ്കിതനാക്കാൻ ശ്രമിക്കുമ്പോൾ താൻ ശാന്തനായി നേരിടും. ചില ഏജൻസികളുടെ പ്രവർത്തനം രാഷ്ട്രീയ പ്രേരിതമാണ്. ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചാൽ എല്ലാം അട്ടിമറിക്കാൻ സാധിക്കുമെന്നാണോ വിചാരിക്കുന്നത്? ഇ ഡി സമൻസ് ചിലർക്ക് താല്പര്യമുള്ള കാര്യമെന്നും പിണറായി വിജയൻ പറഞ്ഞു. പക്ഷെ ഇതൊരു നനഞ്ഞ പടക്കായിപ്പോയി. ഇനി എന്താ അടിയറയിലുള്ളതെന്ന് അറിയില്ല. ഇനിയും ചേർന്നിട്ടുണ്ടാവുമായിരിക്കും. അതപ്പോൾ കാണാം. നിങ്ങളീ പറയുന്ന മകനില്ലേ, നിങ്ങൾ എത്ര പേര് ആ മകനെ കണ്ടിട്ടുണ്ട് നിനക്കറിയില്ല. അവനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ? ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ അറിയുമെന്ന് സംശയമാണ്. വന്നില്ലെങ്കിൽ എൻ്റെ അവിടെ വരട്ടെ. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞങ്ങളാരും അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അല്ല, എൻ്റെ കയ്യിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളാരും കണ്ടിട്ടില്ല. ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല. തന്റെ മകനെ ഇ ഡി അയച്ചെന്ന് പറഞ്ഞ സമൻസ് നനഞ്ഞ പടക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അണിയറയിൽ ഇനി എന്തൊക്കെയുണ്ട് എന്നറിയില്ല. അന്തസ്സായി ജോലിയെടുത്ത് ജീവിക്കുന്ന മകനെക്കുറിച്ച് അഭിമാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, സമൻസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വളരെ വിശദമായ പ്രതികരണം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രതിപക്ഷം ഇത് എന്തുകൊണ്ട് പാർട്ടിയും മുഖ്യമന്ത്രിയും മറച്ചുവെച്ചു, ഇ ഡിയും മറച്ചുവെച്ചു എന്നുള്ള വിമർശനം ഉയർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ ആയുധമാക്കി അത് ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുന്നത്. ഇതൊരു നനഞ്ഞ പടക്കം, ആ വിവാദം തന്നെ നനഞ്ഞ പടക്കം, അങ്ങനെ ഒരു സമൻസേ കിട്ടിയിട്ടില്ല എന്ന പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാവുന്നു. വിശദാംശങ്ങൾ ആർ ശ്രീജിത്ത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം ഈ സമൻസുമായി ബന്ധപ്പെട്ടാണ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് അയച്ചു എന്ന വാർത്തകളാണ് 2 ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു സമൻസ് ലഭിച്ചിട്ടില്ല എന്ന നിഷേധമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. താൻ അത്തരമൊരു സമൻസ് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സമൻസ് ലഭിച്ചതായി മകനും തന്നോട് പറഞ്ഞിട്ടില്ല. മകൻ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടുന്ന ആളല്ല, അധികാരത്തിൻ്റെ ഇടനാഴിയിലൊന്നും കാണുന്ന മറ്റാളുകളെ പോലെയല്ല. മറ്റു നേതാക്കളുടെ മക്കളൊക്കെ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അത്തരം ഒരു കുഴപ്പങ്ങളിലും ചെന്ന് വീഴാത്ത ആളുകളാണ് എൻ്റെ മക്കൾ. തൻ്റെ കളങ്കരഹിതമായ രാഷ്ട്രീയ ജീവിതത്തിന് കുടുംബം എന്നും വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. അത്തരമൊരു പിന്തുണയുടെ ഭാഗമായി മക്കളും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അവരും കളങ്കരഹിതമായി പ്രവർത്തിക്കുന്നവരാണ്. മകന് വിദേശത്ത് നല്ലൊരു ജോലിയുണ്ട്. അദ്ദേഹത്തെ ഇതിലേക്കൊക്കെ വലിച്ചിടുന്നത് തൻ്റെ കളങ്കരഹിതമായ രാഷ്ട്രീയ ജീവിതത്തിന് മങ്ങലേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിലൊന്നും താൻ വീഴാൻ പോകുന്നില്ല. നേരത്തെ കാലങ്ങളായി ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നേരെ വരുന്നു. അതൊന്നും തനിക്ക് മേൽ ഏശാത്തത് ഇതേപ്പറ്റിയൊക്കെ നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇത്തരത്തിലുള്ള സ്നേഹവാത്സല്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം മുഖ്യമന്ത്രി പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിയെ തിരുത്തിയതാണ്. എം എ ബേബി ഇന്നലെ ചെന്നൈയിൽ നടത്തിയ പ്രതികരണത്തിൽ ഇത്തരമൊരു സമൻസ് ലഭിച്ചുവെന്നും അത് അസംബന്ധമാണെന്ന് കരുതി ഇ ഡി പിൻവലിച്ചുവെന്നും പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി അത് പാടെ തള്ളുകയാണ്. അത് വസ്തുതകൾ മനസ്സിലാക്കാതെ ആയിരിക്കണം ബേബി പ്രതികരിച്ചത്. നിങ്ങളുടെ ചോദ്യത്തിൽ നിന്നുള്ള ഉത്തരം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായതാവണം എന്നാണ് പറഞ്ഞത്. എന്തായാലും പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ളൊരു നിഷേധ സ്വഭാവത്തിലുള്ള മറുപടിയും മുഖ്യമന്ത്രിയിൽ നിന്ന് എന്നുണ്ടായിട്ടുണ്ട്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അധികാരത്തിന്റെ ഇടനാഴികളിൽ എന്തെങ്കിലും എൻ്റെ മകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കൂടി മുഖ്യമന്ത്രി ഉയർത്തുകയായിരുന്നു. മറ്റൊന്ന്, എം എ ബേബി നടത്തിയ പ്രതികരണം പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുണ്ട്. അത് തിരുത്തുക കൂടി ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. വാർത്ത കണ്ടാകാം CPIM ജനറൽ സെക്രട്ടറി അങ്ങനെ പറഞ്ഞത് എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.